ലോകത്തെ പകുതിയിലേറെ മനുഷ്യരും മരിക്കുമെന്ന് ഓഫീസിലന്ന് അതായിരുന്നു ചർച്ച. ഭീകരമാണ് കാര്യങ്ങൾ. എല്ലാവരും നല്ല ടെൻഷനിലാണ്. ലിഫ്റ്റിന്റെ ബട്ടൺ പോലും നേരിട്ട് തൊടാൻ പേടി. തെരുവിൽ വാഹനങ്ങൾക്ക് പകരം പോലീസും അതിന്റെ നീല വെളിച്ചവും മാത്രം. എന്നാൽ ആ നിശബ്ദതയിലും റിഗ്ഗ റോഡിന്റെ പുറകുവശത്തെ സ്ട്രീറ്റിൽ ഇന്റർലോക്ക് പണികൾ നടക്കുന്നുണ്ടായിരുന്നു. യൂണിയൻ ബസ് സ്റ്റേഷൻ പുതുക്കി പണിയുകയാണ്. എയർപോർട്ട് റോഡ് സുന്ദരമാക്കാൻ ഇറിഗേഷൻ ലൈനുകൾ സ്ഥാപിക്കുന്ന നമ്മുടെ പ്രൊജക്റ്റും തുടരുകയാണ്. മനസ്സ് ചോദിച്ചുകൊണ്ടേയിരുന്നു, പകുതിയിലേറെ മനുഷ്യരും മരിക്കാൻ പോകുന്ന ഈ സമയത്ത് ഇതൊക്കെ ഇനി ആർക്കു വേണ്ടിയാണ്? പക്ഷേ ലോകം നാളെ അവസാനിക്കുമെന്ന് അറിഞ്ഞാലും കയ്യിലെ മരുന്ന് നട്ടേക്കണമെന്ന പ്രവാചക വചനം പോലെ ഈ മണ്ണിൽ പണി തുടരണം. കാരണം നമ്മുടെ ഗ്രാമത്തിന്റെ ഓരോ വീടിന്റെയും തണലുകൾ ഇവിടെയുണ്ട്. കഫ്റ്റീരിയയിലും മൊബൈൽ ഷോപ്പിലും നിർമ്മാണ മേഖലയിലുമായി ഇവിടെ അധ്വാനിക്കുന്നവർ അയക്കുന്ന ഓരോ ദിർഹവുമാണ് നാട്ടിലെ മീൻകാരനും പച്ചക്കറിക്കടക്കാരനും ഓട്ടോക്കാരനും പ്രതീക്ഷ നൽകുന്നത്. ഗ്രോസറിയിൽ പോലും വിരലിലെണ്ണിയാൽ തീരാത്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റുകൾക്ക് പിന്നിൽ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തവർ ലോകത്തെ പല ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഉണ്ടാവാം. പ്രത്യക്ഷമായും പരോക്ഷമായും ഈ നാടിനാൽ ജീവിക്കുന്നവർ ഒരുപാടാണ്. ആരുടെയും അടുപ്പിലെ ചൂട് നിലക്കരുത്. ഫീസ് നൽകാനാവാതെ മക്കളുടെ വിദ്യാഭ്യാസം തകരരുത്. കൊറോണയെ ഈ മണ്ണ് അതിജീവിച്ചിട്ടുണ്ട്. രാത്രി പകലിന് വഴിമാറും പോലെ സാഹചര്യങ്ങൾ മാറിമറിയും. എക്സ്പോ കഴിഞ്ഞാൽ ഇനി എന്ത് എന്ന് ചോദിച്ചവർക്ക് മുന്നിൽ വിഷൻ 2040 എന്ന് റോഡിലെ സ്ക്രീനിൽ തെളിയിച്ച് ആത്മവിശ്വാസം പകർന്നവരോടൊപ്പം നമുക്കും മുന്നേറാം. നമ്മുടെ പങ്ക് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഈ സമയവും കടന്നു പോവുക തന്നെ ചെയ്യും.